ബഹുമാനപ്പെട്ട ഡോക്ടർ എം പി പരമേശ്വരൻ അദ്ദേഹം ആണവ ശാസ്ത്രജ്ഞനാണ്. മോസ്കോയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം PhD പൂർത്തീകരിച്ചത്. ഇന്ത്യയിലാണെങ്കിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1969 മുതൽ കേരളത്തിലെ ശാസ്ത്രത്തിനെയും വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും സാമൂഹ്യ ശാസ്ത്ര മേഖലകളിലും എല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനേകമാണ്. കേരളത്തിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ജനകീയാസൂത്രണത്തിൻ്റെ അമരക്കാരിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുമ്പോൾ അതിൻ്റെ വേണ്ട ഇടപെടൽ നടത്തിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള വികേന്ദ്രിതാസൂത്രണമായി ഉൽപാദന വ്യവസ്ഥയുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പുസ്തകങ്ങളും സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ പുസ്തകങ്ങളാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അമരക്കാരനാണ്. വിവിധ പ്രസാധകരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എപ്പോഴും മനുഷ്യൻ്റെ നാളത്തെ വളർച്ചയെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി പൂർണ്ണമായിട്ടും ഉള്ളത്. പ്രഥമ കേരളശ്രീ പുരസ്കാരം ഡോക്ടർ എം പി പരമേശ്വരനായിരുന്നു കിട്ടിയിരുന്നത്. കേന്ദ്ര പുരസ്കാരങ്ങൾ 3 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ അകത്തു മാത്രമല്ല ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത്. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്കിൻ്റെ തുടക്കം കുറിച്ച, അതിനെ ആദ്യം തുടക്കം കുറിച്ച ഇതാണ്. കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനത്തിൽ അഖിലേന്ത്യാ തലത്തിൽ സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതൊക്കെ ഡോക്ടർ എം പി പരമേശ്വരനാണ്. നമസ്കാരം. നമ്മുടെ ഡോക്ടർ എം പി പരമേശ്വരനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. അദ്ദേഹത്തിനോട് വികേന്ദ്രിത ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലമായി നടന്നു വരുന്ന ജനകീയാസൂത്രണം കേരളം നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് ഭാഗ്യമായിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്താ വെച്ചാൽ വികസന പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റഡായിട്ട് നേരിടണം. ഇൻ്റഗ്രേറ്റഡായിട്ട് നേരിടാതെ ഭാഗികമായി നേരിട്ട് കഴിയുക കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, അത് ഞാൻ ബ്രേക്ക് ആകും. ഉദാഹരണത്തിന് 3 പതിറ്റാണ്ട് മുമ്പ് തന്നെയാണ് തൃശ്ശൂർ നഗരത്തിലെ ക്ലീൻ തൃശ്ശൂർ സിറ്റി എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്തത്. ഇന്നും വലിയ കാര്യമായിട്ട് പറയണ്ടെങ്കിൽ ഇന്നും അത് ക്ലീൻ ആയിട്ടില്ല. ഈച്ചയും കൊതുകുണ്ട്. ഈച്ചയും കൊതുകില്ലാത്തൊരു തൃശ്ശൂർ നഗരം എന്നുള്ള ഐഡിയ ഉണ്ടായിട്ടില്ല. അതാണ് ശരിക്കുള്ള ക്ലീൻ സിറ്റി. അതാണ് മാവ പറഞ്ഞുള്ള. അതെ, 1965 ഒരാൾ എഡ്യൂക്കേഷൻ മാവൻ്റെ അടുത്ത് ചോദിച്ചു, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കാര്യമായിട്ട് വല്ലായിട്ട് എന്ത് നേട്ടമുണ്ടായിട്ട് ചോദിച്ചപ്പോൾ അത് കുറച്ച് ആലോചിച്ചു. ദോസ് പ്രൈസ് വി ഹാവ് എലിമിനേറ്റഡ് എന്നുള്ളത് ഈസി ലാൻഡിങ്. ഈസി ലാൻഡിങ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈസി ലാൻഡിങ് ഉണ്ട്. അതെ, അപ്പൊ വികസനം എന്ന് പറയുന്നത് ശരിക്ക് അളവുകോലായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഈച്ചയും കൊതുകുമില്ലാത്ത ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞാൽ തന്നെ അവിടെ വികസനം പൂർണ്ണമായി എന്നാണ്. ഇല്ല എന്നതിനോട് നമ്മൾ ആ ഭാഗമൊന്നുമില്ലെങ്കിലും ഈച്ചയും കൊതുകില്ലാത്ത നഗരാക്കാനായിട്ട് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. അന്ന് നടന്ന ബാക്കിയുള്ള അപ്പോൾ
തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞില്ല. പിന്നെന്തല്ല നഗരത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്ന്, നഗരത്തിന് ഊർജത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത വേണം. അല്ലെങ്കിൽ ഊർജത്തിൻ്റെ കാര്യത്തിൽ ഇത് വേണം, എല്ലാ സമയത്തും കിട്ടണം. ഊർജം വേണം, ഭക്ഷണം വേണം, ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, എല്ലാം വേണം. വെള്ളം വേണം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ നഗരം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പം PG ആശ്രയിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. തൃശ്ശൂർ നഗരത്തിൽ 4 കുളങ്ങളുണ്ട്. പള്ളിക്കുളം, പിന്നെ പടിഞ്ഞാറച്ചിറ, കിഴക്കേച്ചിറ, ചെമ്പുക്കാവ്, വടക്കേച്ചിറ, പിന്നെ പടിഞ്ഞാറച്ചിറ, തെക്കേച്ചിറ ഉണ്ടായിരുന്നു. അപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഈ ചിറകളൊക്കെ ഭംഗി ആവശ്യമുള്ള വെള്ളം കിട്ടുമായിരുന്നു. അന്ന് PG എന്നുള്ള വലിയ പദ്ധതി വെച്ചിട്ട് വേണം, വൻ പദ്ധതികളെ ആശ്രയിച്ച് ഉള്ള പരിപാടിയാണ് ആശ്രയിച്ചത്. ഉദാഹരണത്തിന് മാലിന്യ നിർമ്മാർജ്ജനം. തൃശ്ശൂർ നഗരത്തിലെ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സംസ്കരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് രീതി ഉണ്ടായിരുന്നു. അന്ന് അത്ര ഡെവലപ്പ് ചെയ്തില്ലെങ്കിലും അന്നും മറ്റു രീതികൾ നന്നായിരുന്നു. അതിന് പകരം വലിയ തോതിൽ ഉള്ള വൻതോതിലുള്ള പരിപാടികൾ അനവധി ടൺ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അതിന് പുറമെ മറ്റേ സാങ്കേതിക വിദ്യയുടെ പ്രശ്നമുണ്ട്, കോസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് പരാജയപ്പെടുന്ന ഉറപ്പായിരുന്നു. എന്നാലും ആ വലിയ തോതിലുള്ള സാധനം വേണം, വൻ പരിപാടികളുള്ള ആഭിമുഖ്യം കേന്ദ്ര ആസൂത്രണത്തിന് വിരുദ്ധമാണ്. വൻ പരിപാടികളല്ല വേണ്ടത്, ചെറു പരിപാടികളാണ് വേണ്ടത്. ചെറുപരിപാടികളായ ഒന്ന് കേടുന്ന മറ്റൊന്ന് നേരെയാക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇപ്പോഴും ഗുരുവായൂരും കുന്നംകുളത്തൊക്കെ ചെയ്ത മാതിരി നമുക്ക് തൃശ്ശൂർ ചെയ്യാൻ പറ്റും. തൃശ്ശൂർ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടംപോലെ വളം കിട്ടും. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാം. വികേന്ദ്രിതാസൂത്രണത്തിൽ യഥാർത്ഥമായിട്ട് നടക്കേണ്ട എല്ലാ പ്രവർത്തനവും ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി തന്നെ ആസൂത്രണം എന്നുള്ള വാക്ക് തന്നെ അതുണ്ട്. ഇന്റഗ്രേഷൻ ആണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ നഗരത്തിൽ ഇപ്പൊ 4 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ആ 4 ലക്ഷത്തിലധികം ആളുകൾക്ക് ആവശ്യമുള്ള പാല് ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇത് നമ്മൾ മിൽമപ്പാലും പിന്നെ മറ്റുള്ള പാലുമൊക്കെ മേടിച്ച് കഴിച്ചു വിട്ടാണ്. ആ പാൽ ഇവിടെ ഉണ്ടാക്കണമെന്നില്ല. എവിടെ ഉണ്ടാക്കാൻ പറ്റും? എവിടെ ഉണ്ടാക്കാൻ വെച്ചാൽ പുല്ലുണ്ട്. പുല്ല് ഇവിടെ ഉണ്ടാക്കണം. പുല്ലുണ്ടാക്കണം, പുല്ലിന് തീറ്റ ഉണ്ടാക്കണം, സൈലേജ് ഉണ്ടാക്കണം. അങ്ങനെ പുല്ലും സൈലേജും തീറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യമുള്ള പാലിൻ്റെ ആവശ്യം അവൈലബിലിറ്റി മാറി വരും. അപ്പോൾ പലപ്പോഴും ആവശ്യത്തിലധികം ഉണ്ടാവും. ആവശ്യത്തിലധികം പാല് മുഴുവൻ പ്രോസസ്സ് ചെയ്യണം, വേറെ പ്രോസസ്സ് നടത്തണം. അത് ഇതാക്കാം, പനീറാക്കാം, ചീസാക്കാം, പലതരത്തിലുള്ള ജ്യൂസുകളാക്കാം, അങ്ങനെ വലുതാക്കാം. അങ്ങനെ വരുമ്പോൾ അതിനുള്ള സംവിധാനം വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ഒരു ദിവസം 4 ലക്ഷം പേർക്ക് 4,60,000 പോപ്പുലേഷൻ കാണുന്നത്. അത് കാണുന്ന
മുഴുവൻ വിളവുണ്ടായിക്കൊള്ളുന്നില്ല. 4 ലക്ഷത്തിന് ആവശ്യമുള്ള പാല് 250 ലിറ്റർ ഒരു ദിവസം. 250 ലിറ്റർ പാല് മില്ലി ലിറ്റർ പാലുണ്ടാക്കുകയാണെങ്കിൽ ഒരാൾക്ക് മിനിമം ഒരാൾക്ക് 250 മില്ലി ലിറ്റർ ഒരാൾക്ക് കണക്കാക്കി എടുത്താൽ നമുക്ക് ആകെ വേണ്ട പാലിന്റെ കണക്കായി. 1 ലക്ഷം ലിറ്ററായി. 1 ലക്ഷം ലിറ്റർ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 14 ലിറ്റർ കൂടി ഉണ്ടാക്കേണ്ടതില്ല. അപ്പൊ അത്രയും അപ്പൊ എത്ര പശു വേണമെന്നായി? അതിനാവശ്യമുള്ള പശു വേണം. ആ പശുവിനെ കറ പറ്റുമ്പോൾ പുതിയ പശുക്കൾ കൊടുക്കണം. അപ്പോൾ കറ പറ്റിയ പശുവിനെ നല്ല കുഞ്ഞിനെ എടുത്ത് വളർത്തിയിട്ട് കറ പശുക്കളായി മാറ്റണം. അങ്ങനെ പശുക്കളെ കൊടുക്കാൻ ഒരു സംവിധാനം വേണം. ഇതിപ്പോൾ വല്ലവരും പറഞ്ഞിട്ട് വല്ലവരും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കില്ല. അപ്പൊ കൂട്ടായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ചെയ്യണം. അപ്പൊ എവിടെയാണോ സ്ഥലമെങ്കിൽ അതനുസരിച്ച് ആ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പുല്ല് ഉൽപാദനം അവിടെ നിന്ന് വില കൊടുത്ത് ഈ ഉൽപാദനം വസ്തു വാങ്ങണു. എല്ലാം വിലയിട്ടുകൊണ്ട് തന്നെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ആ തരത്തിൽ തന്നെയാവണം അല്ലേ? എക്കണോമിക്കലി അത് ശരിയാവണ്ടേ? ആ പുല്ലിന് വില ഭൂമിക്ക് വില ഇട്ടാൽ മതി. ഭൂമിക്ക് വില ഇട്ടാൽ മതി. ഭൂമിക്ക് വില പാട്ടം കൊടുക്കുക. ഭൂമി ഇപ്പോൾ ഇവിടെ തന്നെ ഇത്രയും സ്ഥലമുണ്ട്. ഈ സ്ഥലമൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. ഇത് പാട്ടത്തിന് കൊടുത്താൽ മതി. വീടുകൾക്ക് ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലത്തെ പോലും ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് നഗരത്തിനകത്തുള്ള പച്ചക്കറി മുഴുവൻ നഗരത്തിനകത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ക്യൂബയിലൊരു പ്ലാന്റാണ് ഹവാനയിൽ അവർക്ക് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റാണ്. ടൗൺ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കുണ്ടായി. ആ മാതിരി ടൗൺ അഗ്രികൾച്ചർ ഉണ്ടാവും. അപ്പം അതിന് വേണമെച്ചാൽ ഇപ്പോൾ എൻ്റെ പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ പണിയെടുക്കാൻ ആളെ വേണം. അപ്പോൾ അതിന് പറ്റിയിട്ട് ഒരു ടീമിനെ വേണം. ഒരു അഗ്രികൾച്ചർ സർവീസ് ടീം വേണം. അഗ്രികൾച്ചർ സർവീസ് AST എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പാണ്. അപ്പൊ അത് സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ അവർക്ക് ഉറപ്പായി. സ്ഥിരമായിട്ടുള്ള തൊഴിൽ ഉറപ്പായി. അവരൊരു ബാങ്കിങ് പോലെയായി. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരുന്നു. അവരപേക്ഷിച്ച് ശമ്പളം പോലെയാണ് അവർ വാങ്ങുന്നത്. കൂലിയല്ല, ശമ്പള സ്വഭാവത്തിലേക്ക് മാറുകയാണ്. നമ്മൾ ഒരു മണിക്കൂർ ഒരു കൂലിക്ക് ഒരാൾ 1 മണിക്കൂർ വന്നു കഴിഞ്ഞാൽ എത്ര റുപ്യ? 150-200 റുപ്യ കൊടുക്കും. അത് നമ്മൾ കൊടുക്കുന്നത് ഈ കമ്പനിക്കാണ് കൊടുക്കുന്നത്. കമ്പനി ശമ്പളമായിട്ടാണ് അവർക്ക് നൽകുന്നത്, എപ്പോഴും നൽകുന്നത്. അപ്പൊ അവർക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ എങ്ങനെ ഭൂമി പല ഇതായിട്ട് കിടക്കുന്നു, കുറെ തരിശായിട്ട്. ഇപ്പൊ നമുക്ക് കേരളത്തെ എടുക്കുമ്പോൾ അങ്ങനെ വേണല്ലോ. തൃശ്ശൂർ നഗരത്തെ മാത്രം എടുത്താൽ പോരല്ലോ. അപ്പൊ നഗരവും ഗ്രാമവും ഒക്കെ കൂടിയിട്ട് ഉള്ള സ്വഭാവമാണല്ലോ ഇപ്പൊ കേരളം ഉള്ളത്. അപ്പൊ അതിനെ നമുക്ക് ഏത് തരത്തിലാണ് കാണേണ്ടി വരിക? ഭൂമിക്ക് ഒരു ഉൽപാദനക്ഷമതയുണ്ട്. അത് പരമാവധി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ആള് ആ ഭൂമി സർക്കാരിന് കൊടുക്കണം. സർക്കാരിന് ലീസിന് കൊടുക്കണം. അതാണ് ലാൻഡ് ബാങ്ക് പഴയ കൺസെപ്റ്റ്. ലാൻഡ് ബാങ്ക് കൺസെപ്റ്റ് പുനരുജ്ജീവിപ്പിക്കണം. അത് ശരിക്കും വികേന്ദ്രിത ആസൂത്രണത്തിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അത് നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് ലാൻഡ് ബാങ്ക് ആയി കഴിഞ്ഞാലും അതിന് വിജയപ്രദമായിട്ട് കൊണ്ടുനടത്താൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നില്ല. ഇന്ന് ഭൂമിയിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടും. ഒരു ഹെക്ടർ ഭൂമിയിൽ നിന്ന് 5-6 ലക്ഷം റുപ്യയുടെ ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റും. ഒരു വർഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് പകുതിയില്ല, പകുതി കുറയുള്ളൂ. നമ്മുടെ ശരിക്കും ഗ്രാമത്തിന്റെ സ്വഭാവത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും, ഗ്രാമീണ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, അപ്പം അത് ഉൽപാദന വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ ഇപ്പം കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അർബനൈസേഷൻ തുടങ്ങിയ ആകെ ആളുകൾ താമസിക്കുന്ന കൂടുതൽ സാധ്യതകളാവും. കൂടുതൽ അടുത്തടുത്ത് താമസിക്കും.
കൂടുതൽ കൂടുതൽ ഫ്ലാറ്റുകളുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ 60,000 തുടങ്ങിയാൽ അതിൻ്റെ ലിമിറ്റ് എത്തിയുള്ളൂ. ഇനി പറ്റില്ല. എന്നുവെച്ചാൽ പാർപ്പിടം ഉണ്ടാക്കാനുള്ള ഉള്ള പാർപ്പിടം ഉപയോഗിക്കണം. ഉള്ളത് പാർപ്പിടം പൊട്ടിക്കൊടുത്തിട്ട് വേണം. എന്നാൽ തന്നെ പാർപ്പിടങ്ങൾ 2 ലക്ഷത്തോളം പാർപ്പിടങ്ങൾ കേരളത്തിൽ, 20 ലക്ഷത്തോളം പാർപ്പിടങ്ങൾ കേരളത്തിൽ ആൾവാസമില്ലാത്ത ആളില്ലാതെ താമസിക്കുന്നത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള പാർപ്പിടങ്ങളിലെ പല 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 പാർപ്പിടങ്ങളും വളരെ വലുതാണ്. ആവശ്യത്തിന് വളരെ കൂടുതലാണ്, ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്നത്. അപ്പോൾ പാർപ്പിടത്തിന് ഒരു നിയന്ത്രണം വേണം. ഉള്ള പാർപ്പിടങ്ങൾ ഉപയോഗിക്കാതെ പുതിയ പാർപ്പിടങ്ങൾ പാടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ എനിക്ക് എൻ്റെ വീടുണ്ട്, ഞാനിപ്പോൾ വീട് വിട്ടാണെന്ന് വെച്ചാൽ പറമ്പുണ്ട്, വീട് വിട്ടാണെന്ന് വെച്ചാൽ ആ വീട് കെട്ടുമ്പോൾ ഒന്നുകിൽ ഞാനവിടെ താമസിക്കണം, അല്ലെങ്കിൽ ഒരാൾ വാടകയ്ക്ക് കൊടുക്കണം. ആരും താമസിക്കാണ്ട് വെറുതെ വീട് കെട്ടിയിട്ടില്ല നാളെ വിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പാടില്ല. അപ്പോൾ കെട്ടിട ഇതായിട്ട് മാറണം. കെട്ടിട നിർമ്മാണത്തിൽ നിയന്ത്രണമാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ പൊളിക്കാൻ പാടില്ല. പൊളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തായാലും നഗരസഭകളായാലും ഇങ്ങനത്തെ കാര്യങ്ങളുടെ മുകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനൊക്കെ കഴിയുമോ നമുക്ക്? ശരിക്കും കഴിയണമെന്ന് വെച്ചാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചിലതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ഒരു വീടുണ്ട്, പട്ടണത്തിൽ വീടുണ്ട്, രണ്ടാമതൊരു വീട് വേണം നിൽക്കുക. അത് വെറുതെ വീട് കെട്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വീട് അങ്ങനെ കെട്ടാൻ പാടില്ല. അതൊക്കെ റൂൾ ഉണ്ടാക്കാം. റൂൾസ് ഉണ്ടാവണം, അതിൻ്റെ റൂൾ ഉണ്ടാവണം. അത് റൂൾ മാറ്റം വരും. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം. സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം. പഞ്ചായത്തിൽ വീട് പണിയാൻ പഞ്ചായത്തിൻ്റെ ഇതുണ്ട്, പഞ്ചായത്തിൻ്റെ. അതെ, പക്ഷെ പഞ്ചായത്തിന് അത് കൊണ്ടുവരണമെങ്കിൽ നിയമം പഞ്ചായത്തിന് ഒരു നിയമം ഉണ്ടായാലല്ലേ പറ്റുള്ളൂ. അത് സ്റ്റേറ്റല്ലേ നിയമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിയമം ഉണ്ടാക്കാനല്ലേ പഞ്ചായത്തിൽ അനുവാദം കൊടുക്കണല്ലോ. അനുവാദം കൊടുക്കില്ല. പക്ഷേ MP ഇപ്പോൾ അടുത്ത ഒരു പഞ്ചായത്തിലെ ഒരു വീടുണ്ട്, എനിക്ക് വേറൊരു പഞ്ചായത്തിലാണ് വേറൊന്നുള്ളത്, അങ്ങനെ ഉണ്ടാക്കിയിരുന്ന ആളാന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് അത് കണ്ടെത്തണമെങ്കിൽ അതിനൊക്കെ ഇന്നത്തെ ഡിജിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ ഭൂമിയുണ്ടോ എവിടെ നിന്നോ ഒക്കെ കമ്പ്യൂട്ടറിലുണ്ടാവും. അത് കമ്പ്യൂട്ടറിൽ വരണം. പക്ഷെ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ ഒരു വീട് നിങ്ങളുടെ പണിത് നിങ്ങൾക്ക് താമസിക്കാനുണ്ട്, ഇപ്പുറത്തെ പഞ്ചായത്തിൽ വേറൊരു വീട് പണിയുന്ന സമയത്ത് അവിടെ എന്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവിടെ അറിയാൻ കഴിയണം. എന്നാൽ മാത്രമല്ലേ ഇത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും അദ്ദേഹത്തിന് എനിക്ക് ഇവിടെയും ഒരു വീട് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വീട് താമസിക്കാനാണോ? താമസിക്കാനാണെന്ന്, എനിക്ക് ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാനാണെന്ന്. ഇടയ്ക്ക് അറിയാത്ത 6 മാസങ്ങളിൽ താമസിക്കണം. 6 മാസം താമസിച്ചാലേ വീട് അയാളുടെ വീടാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സ്റ്റേറ്റ് ഒരു തീരുമാനം എന്തെങ്കിലും എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന് വീട് അനുവദിക്കാൻ പറ്റില്ല എന്ന് ശരിയാണ്. പക്ഷെ ഇദ്ദേഹം ഇവിടെ വന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ വേറെ സ്ഥലത്ത് വീടുണ്ടെങ്കിലും അത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് അംഗീകാരം വാങ്ങാലോ. അങ്ങനെ അധികം വീടുകൾ പണിതിടുമ്പോൾ അതനുസരിച്ച് അതിന്റെ ടാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ സ്റ്റേറ്റിനൊരു അധികാരം വേണ്ടേ? സ്റ്റേറ്റ് ഒരു നിയമം ഉണ്ടാക്കി കൊടുത്താലേ സ്റ്റേറ്റിന്റെ നിയമം വേണ്ടി വരില്ലേ? വേണ്ടി വരും. സ്റ്റേറ്റിന്റെ സെൻട്രലിന്റെ നിയമം വേണ്ടി വരും. ചിലപ്പോൾ അറിയൂല ഇതൊക്കെ. പക്ഷേ ഏതായാലും ഏറ്റവും വലിയ മഹാദ്രോഹം ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ മാറ്റി വരുന്ന വീട് പണിയാണ്. വീട് പണിക്ക് ഒരു വീട് പണിയാനായിട്ട് എത്രയോ 1000 കൽക്കരിയുടെ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. അത്രയും കാർബണാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇനി നമ്മൾ അന്ന് 30 പതിറ്റാണ്ട് മുന്നേ നമ്മൾ തുടങ്ങി വെച്ച വികേന്ദ്രിത ആസൂത്രണത്തിന്റെ അന്ന് കണക്കാക്കിയിരുന്ന ഒരു വികസന കാഴ്ചപ്പാടിലും ഉൽപാദന വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നുണ്ടായിരുന്ന ഒരു കാലാവസ്ഥാ സ്വഭാവമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഇത്രയും വലിയൊരു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മുടെ കേരളത്തിൻ്റെ അകത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസന കാഴ്ചപ്പാട് ഏത് തരത്തിലുള്ള ഊന്നിയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടി വരിക? അന്ന് വാസ്തവത്തിൽ അന്നത്തെ കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അന്നത്തെ കാഴ്ചപ്പാട് ഇന്നത്തെ കാഴ്ചപ്പാടൊക്കെ ഒന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ അമേരിക്കയെ പോലെയാവാം. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാട്. അതനുസരിച്ചിട്ടാണ് ആള് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പരിപാടികൾ നടക്കണം. അത് മാറിയിട്ട് നമുക്ക് ഒരു രാജ്യത്തെ പോലെ ആക്കാൻ പറ്റില്ല. ഒരു രാജ്യമില്ലാതെ മറ്റു രാജ്യങ്ങളെ പുതിയ കാഴ്ചപ്പാട് വേണം. പുതിയ കാഴ്ചപ്പാട് പറഞ്ഞാൽ ലോക്കൽ ബോഡീസിനെ സ്വയം പര്യാപ്തമാക്കണം. ലോക്കൽ ബോഡി സ്വയം പര്യാപ്തമാണ്. അങ്ങനത്തെ കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നില്ല. 30 വർഷം മുന്നേ നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടായില്ല. സ്വയം പര്യാപ്തത ഒരു ലോക്കൽ ബോഡി എന്നുള്ളത് അത്ര പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയുടെ മുകളിലൊരു മാറ്റം വരിക എന്ന് വന്നിട്ടുണ്ടായിരുന്നു. മാറ്റം ആ വ്യവസ്ഥയെ വാസ്തവ ഡിപ്പാർട്ട്മെന്റിൽ ആലോചിക്കണം. ഡിപ്പാർട്ട്മെന്റിൽ ആലോചിക്കണം. ജനപ്രതിനിധികൾ ആലോചിച്ചു അതേ ഉള്ളൂ. അത്ര ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ചതിന് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ച കാര്യം ജനപ്രതിനിധി ആലോചിച്ചു. ശരിക്കും ആ പ്രദേശത്തെ ജനങ്ങളുടെ ആലോചനകളിലേക്ക് തന്നെ കൃത്യം ഇതെനിക്ക് തന്നെ വരുന്നുള്ളൂ. അത് മാറണം. അത് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? അത് മാറ്റം വരുന്ന അനുഭവം കാണും. ഒന്നില്ലെങ്കിൽ അനുഭവം വേണം. അപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ നഗരത്തിനെ കംപ്ലീറ്റ് മാറ്റമില്ല. ഒന്ന്, ഇവിടേക്ക് ആവശ്യമുള്ള പാല് മുഴുവൻ ഉണ്ടാക്കണം. ആവശ്യമുള്ള പാലുണ്ടാക്കുമ്പോൾ പാലിൻ്റെ ഒരുപാട് ബാക്കി വരും. അതായത് ചാണകം ബാക്കി വരും. ചാണകം ഉപയോഗിച്ചിട്ട് പച്ചക്കറി ഉണ്ടാക്കണം. അപ്പോൾ പച്ചക്കറി ഉണ്ടാക്കണം. അപ്പോൾ രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. പിന്നെ ചാണകം ഉപയോഗിച്ചിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കുമ്പോൾ വീട്ടിലത്തെ പാചകം ഇന്ധനം അവിടുന്ന് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇന്ധനത്തിൻ്റെ കാര്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പശുവിൻ്റെ തീറ്റയ്ക്കുള്ള പുല്ലിൻ്റെ കാര്യം പിന്നെ ഇപ്പോൾ അധികം പാലുള്ള പ്രൊഡക്റ്റ് പാലിൻ്റെ കാര്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ 100 ലിറ്റർ 200 ലിറ്റർ പാലുള്ള ഒരു ദിവസം പാലിൽ പകർത്തുന്ന 500 ഡയറി ഉണ്ടെങ്കിൽ 500 യൂണിറ്റ് ഉണ്ടെങ്കിൽ വേണ്ടി വരും. അപ്പോൾ 200 ലിറ്റർ പാലുണ്ടാക്കുന്ന 500 യൂണിറ്റ് തൃശ്ശൂർ നഗരസഭയാണോ പറയുന്നത് അതോ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള പ്ലാനിങ്ങിലേക്ക് പോകണം. അപ്പൊ ഇതേ തരത്തിൽ തന്നെ പഞ്ചായത്തായാലും ഏത് നഗരങ്ങളായാലും അത്തരത്തിലുള്ള ആസൂത്രണം അനിവാര്യമാണ്. അരിമ്പൂർ പഞ്ചായത്തിന് പാടകര പഞ്ചായത്തിന് ഈ കാൽക്കുലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എത്ര പുല്ലുണ്ടാക്കണം എന്നുള്ളത്, അപ്പൊ എത്ര സെന്റ് ഭൂമി വേണം നമുക്ക് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫാം ഉണ്ടാകുമ്പോൾ ആ ഫാമിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പുറമേക്ക് തള്ളുന്ന എല്ലാ അവശിഷ്ടങ്ങളും പൂർണ്ണമായും വേറൊരു സ്ഥലത്ത് ഒരു ഉൽപാദനത്തിലേക്ക് പോയി. അപ്പൊ ആ പ്രശ്നങ്ങൾ ഇവിടെ തീരും ചെയ്തു. ഇവിടുത്തെ പ്രശ്നം അവിടെ തീരും ചെയ്തു. പുതിയൊരു വസ്തു അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഓരോ സ്ഥലത്തും അതിനെ കൈകാര്യം ചെയ്ത് പോകാനുള്ള തൊഴിൽ സന്നദ്ധരെ ഉണ്ടാവും വേണം എന്നാണ്. തൊഴിൽ സേന ഉണ്ടാക്കണം. തൊഴിൽ സേന പറഞ്ഞാൽ ഗ്രൂപ്പായിരിക്കണം. അവർക്ക് പരിശീലനം കൊടുക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഹരിതകർമ്മസേന പോലെ ഇപ്പോൾ നോൺ ബയോ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹരിതകർമ്മസേന പോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ഒരു തൊഴിൽ സേന ഉണ്ടാക്കണം. അവർക്ക് നിരന്തരം ഒരു വരുമാനം ഉറപ്പാക്കാൻ പറ്റണം. അവർക്ക് മാസം 20,000 രൂപ കിട്ടാൻ പറ്റുന്നതാണ് എൻ്റെ കണക്ക്. 20,000. 20,000 രൂപ കിട്ടിയാൽ മോശമില്ല. അതെ. ബാക്കിയുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒപ്പം കൊണ്ടുവരും ചെയ്യാം.
മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് സാമ്പത്തികമായിട്ടും പല കാര്യങ്ങളിലും ഉയർച്ചയുണ്ടല്ലോ, ചില കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു സാമൂഹ്യ പുരോഗതിക്ക് ഒരു സാമ്പത്തിക നേട്ടവും പ്രധാനപ്പെട്ട ഘടകമല്ലേ. അപ്പോൾ സാമ്പത്തികത്തിന് സാമൂഹികമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഒരു പരിധി വരെ ശരിയാണ്, അതിലുള്ള ശരിയല്ല. സാമൂഹിക നേട്ടം ഉദാഹരണത്തിന് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കാളധികം നമ്മുടെ കൂടുതലാണ്. നമ്മുടെ ജീവിത ഗുണത കൂടുതലാണ്. അപ്പൊ ആ ഒരു സാമൂഹ്യ പുരോഗതി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പബ്ലിക് ഇതൊക്കെ വളരെ ആദ്യം എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. ഇന്നത്തെ നിലയിലുള്ള കാഴ്ചപ്പാട് അത് തെറ്റാണ്. അങ്ങനെ കൂടുതൽ ഉൽപാദനം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപാദനമാണ്. പക്ഷെ ഉൽപാദനത്തിന്റെ ആവശ്യമുള്ള സാധനം ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഉൽപാദനം, കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒഴുകാനില്ല, കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒഴുകാനില്ല, കൂടുതൽ പോലീസ് സേനയ്ക്ക് കാശ് ഒരാക്കിക്കൊണ്ട് ഉൽപ്പാദനമില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഒരു ഉൽപാദന കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആരോഗ്യം വേണം, ആഹാരം വേണം, വസ്ത്രം വേണം, അതിനനുസരിച്ചുണ്ടാകുന്ന ഒരു സാമ്പത്തിക പുരോഗതി അതനുസരിച്ച് ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഒരു സാമൂഹ്യ പുരോഗതിക്കും കാരണമായി മാറുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ പ്രവാസികളുടെ ഒരുപാട് കൂടുതലുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഉൽപ്പാദനം കാശ് കൊടുത്ത് പഠിക്കാന്നല്ലാണ്ട് കേരളത്തിൻ്റെ ഉൽപ്പാദനം ഒന്നും കൂടുന്നില്ല. കേരളത്തിൽ ഉൽപ്പാദനം കൂടുന്നില്ല, പ്രവാസി വരവാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് കേരളത്തിൽ ഉൽപ്പാദനം കൂട്ടിക്കഴിഞ്ഞാൽ ആ പ്രവാസികൾ ചെലവാക്കുന്ന കാശ് ഇവിടുത്തെ തൊഴിലിലേക്ക് സാധ്യതയിലേക്ക് വരും, കൂടുതൽ വരും ചെയ്യും. അപ്പോൾ ശരിക്ക് കേരളത്തിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് നമ്മൾ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ പ്രവാസി പണം വരുന്നുണ്ട്, പക്ഷെ അത് ഇവിടേക്ക് ഈ ഉൽപ്പന്നം വാങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ആ പണവും പുറമേ ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണ് പോകുന്നത്. കേരളത്തിലെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം ഉപയോഗിക്കുന്ന പകുതി ഉൽപ്പാദനം കേരളത്തിൽ നടക്കുന്നില്ല, അതൊക്കെ പുറമേക്കാണ്. അപ്പം അത് അതിൻ്റെ കാശ് അങ്ങനെ പോകണം, ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ വന്ന് എന്നിട്ട് സർക്കുലേറ്റ് നല്ല പച്ചമരുള്ളൂ. അപ്പം അതിൽ പച്ചക്കറി നമുക്ക് എന്തായാലും വേണമെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒന്നാണ്. ആദ്യം തുടങ്ങുന്ന പച്ചക്കറി. ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ നമുക്ക് ആക്കാൻ പറ്റും, ഫ്രൂട്ട്സ് പറ്റും. പക്ഷെ ധാന്യങ്ങളുടെ കാര്യത്തിൽ എത്തുമോ? ധാന്യങ്ങളുടെ കാര്യത്തിൽ പറ്റില്ല. കേരളത്തിൽ ധാന്യങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും പറ്റില്ല. അതാ ആദ്യകാലത്തും ഇല്ല, ആദ്യകാലത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകാൻ ഇവിടെ ആവശ്യമുള്ള അരി ഉണ്ടാക്കാൻ പറ്റില്ല. 45 ലക്ഷം ടൺ അരി വേണം. ഇവിടെ ഉണ്ടാക്കണം 5 ലക്ഷം ടൺ അരിയാണ്. 5 ലക്ഷം ടൺ അരിയാണ് പരമാവധി ഉണ്ടാക്കാൻ പറ്റുക, 5-6 ലക്ഷം. അപ്പോൾ അതിന് അരിക്ക് പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പാസ്ത, മക്കറോണി നൂഡിൽസൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് കപ്പ കൃഷി കുറിച്ച് എന്നിട്ട് അത് കപ്പയിൽ നിന്നുണ്ടാക്കണം അത്തരം വസ്തുക്കൾ. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഒന്ന് കപ്പ കൃഷി. ഇപ്പോൾ 50 റുപ്യ 40 റുപ്യ ലൂസ് കപ്പയുണ്ട്, അത് 10 റുപ്യ കിട്ടാതാണ്. ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ട് ഒരു കാലത്ത് ഉൽപാദനം 3 ലക്ഷം ടൺ ഉണ്ടായിരുന്നു. അതിപ്പോൾ 50,000 ടണ്ണായി, 5 ലക്ഷം ടണ്ണായി. 5 ലക്ഷം ടൺ കാലത്ത് 50 ലക്ഷം ടണ്ണായി. 3 കോടി ടൺ ഉണ്ടായിരുന്നു. 3 കോടി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 50 ലക്ഷമായി കുറയാണ് ചെയ്തത്. അപ്പൊ അത് വർദ്ധിപ്പിച്ച് നമുക്കിത് ബാലൻസ് ചെയ്യാം. ധാന്യങ്ങളുടെ മുകളിൽ ഊന്നൽ നൽകിയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു പ്രാധാന്യമില്ല. ധാന്യങ്ങൾ എത്രയും നമുക്ക് കേരളത്തിലെ ജോലി വെച്ചിട്ട് 30 വെച്ചിട്ട് ധാന്യങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള ഇടം കുറവാണ്.
ഒന്ന്. ധാന്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ധാന്യങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും കുറവാണ്. പരമാവധി 10 ടൺ കിട്ടും. മരച്ചീനി 50 ടണ്ണാണ് ശരാശരി. പലരും 60 ടൺ 70 ടൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ നമ്മുടെ കേരളത്തിലും MP പലയിടത്തും കണ്ടുവരുന്നത് പഞ്ചായത്ത് തലത്തിലും നഗരസഭകളിലും എല്ലാവിടെയും ഒരു പ്രവർത്തനം നടന്നു വരുന്നത് ഓണത്തിന് പച്ചക്കറി അതിന്റെ ഉൽപാദനം എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് വിതരണം, അങ്ങനത്തെ പരിപാടികൾ, ആഘോഷം, അതേപോലെ തന്നെ വിഷുവിന് എന്നൊക്കെയാണ്. നിരന്തരം ഒരേപോലെ അല്ലേ മനുഷ്യൻ പച്ചക്കറി കഴിക്കുന്നത്? എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. അതിന് ഏറ്റവും നല്ല പച്ചക്കറി ഉൽപാദനം കൊണ്ട് ഉപജീവനം കഴിക്കാൻ പറ്റണം. ഒരാൾക്ക് ഒരു ഹെക്ടർ ഭൂമി 20 ലക്ഷം ഹെക്ടർ ഭൂമി 20 ലക്ഷം പേർക്ക് പൂർണ്ണമായിട്ട് ജോലി കൊടുക്കാം. അതും നേരത്തെ MP പറഞ്ഞ പോലെ ലാൻഡ് ബാങ്കിങ് മോഡലിൽ കൊണ്ടുവന്നാലല്ലേ അതും ശരിയാവുള്ളൂ. കാരണം ഇത്ര ഭാഗത്ത് ഇത്ര വെണ്ട കൃഷി ചെയ്യുന്നു, അപ്പോ വേറൊരു സ്ഥലത്ത് ഇത്ര ഏരിയ നമ്മൾ ചീര ചെയ്യുന്നു, അങ്ങനെ വ്യത്യസ്തമായി ചെയ്യുന്നു. അപ്പോൾ അത് ഇന്നത് കഴിയാറാവുമ്പോഴേക്കും അടുത്ത ഇത്ര ഏക്കറ വെണ്ട ചെയ്തു, അപ്പുറത്ത് ഇത്ര ചീര ചെയ്തു എന്ന് പറഞ്ഞ് റൊട്ടേഷൻ കൃത്യമായിട്ട് വരുമ്പോഴല്ലേ എപ്പോഴും ഒരേപോലുള്ള ഉൽപ്പന്നം പച്ചക്കറി മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഉൽപാദനത്തിന് ഉപഭോഗത്തിന്റെ കലണ്ടർ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഉൽപാദനത്തെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ അതിനനുസരിച്ച് എത്ര ലാൻഡ് വേണമെന്നോ അത് ലാൻഡ് കിട്ടും. അത് ലാൻഡ് ബാങ്കിങ് സിസ്റ്റത്തിൽ കൊണ്ടുവരണം. അത് അവിടെ തന്നെ അതിൽ തൊഴിലെടുക്കാവുന്ന തൊഴിലാളികളെ കാര്യങ്ങളെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റണം. അപ്പൊ അതൊരു ബാങ്കിങ് സംവിധാനം തന്നെയായി. അത് തൊഴിൽ സേനയായി മാറി. വേണമെന്നില്ല, കോപ്പറേറ്റീവ് രീതി വേണോ, അത് ബാങ്ക് മറ്റേ കൂട്ടുകമ്പനം വേണോ എന്ന് പറഞ്ഞുള്ള അത് പറ്റിയ രീതിയിൽ അത് കോപ്പറേറ്റീവ് വേണോ ഏത് വേണമെന്നുള്ള നമുക്ക് അന്ന് ആലോചിച്ചെടുക്കേണ്ട ഒന്നാണ് അല്ലേ. അപ്പൊ അതിലേക്ക് വേണ്ട വളവും കാര്യങ്ങളുമായിട്ടുള്ള ബേസിക് ആയിട്ട് കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ തൊഴുത്തും പശുക്കളെ പാലുൽപാദനം എന്ന് പറയുന്ന ഒരു സെക്ടറും ആലോചിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിലേക്കുള്ള പാലുൽപാദനം, പിന്നെ വളത്തിലുണ്ടാകുന്ന ചപ്പുചവറുകളെല്ലാം ഒന്നും കത്തിക്കാൻ പാടില്ല. അത് പൂർണ്ണമായും കമ്പോസ്റ്റിംഗ് പോകണം. ഇതേപോലെ ഭക്ഷ്യവസ്തുക്കളുടെ ഇതായിട്ട് വരുന്ന മാർക്കറ്റ് വേസ്റ്റുകളെയും പൂർണ്ണമായും നമ്മൾ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നു. അങ്ങനെ മാലിന്യ നിർമ്മാർജ്ജനം ഇതിന്റെ പ്രധാന ഇതായിട്ട് വരുന്നു. മാലിന്യത്തെ സമ്പത്താക്കി മാറ്റാം. സമ്പത്താക്കി മാറ്റം വെച്ചാൽ കംപ്ലീറ്റ് സമ്പത്താക്കി മാറ്റണം. കംപ്ലീറ്റ് മാലിന്യം വേണം, എന്നാലേ മാലിന്യ നിർമ്മാർജ്ജനമുള്ളൂ. അതിനുള്ള ചെലവ് കിട്ടും, അതിന് സമ്പത്താക്കി മാറ്റം കിട്ടും. അപ്പൊ ഇതിനനുസരിച്ച് ശരിക്കും ഇങ്ങനെ ഓരോന്നിന്റെയും സഹകരണ സംഘങ്ങളോ അല്ലെങ്കിൽ ഒരു കമ്പനി മോഡലിലോ ആയിട്ട് സിസ്റ്റത്തെ മൊത്തം ആലോചിക്കണം അല്ലെ, എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും. അല്ലാതെ ഇതുവരെ നടന്നിരുന്ന രീതിശാസ്ത്രത്തിൽ മാറ്റം വരേണ്ട വലിയൊരു പോവില്ല. MP ഇപ്പൊ പറഞ്ഞ ഒരു പ്രകാരം നമുക്ക് വളരെ കൃത്യമായി എങ്ങനെയാണ് ഒരു ഉൽപാദന വ്യവസ്ഥയെ വളർത്തിക്കൊണ്ടുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തായാലും നഗരസഭകളായാലും എല്ലാം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി. കാരണം വെച്ചാൽ എത്രയാണോ ഓരോ ഉൽപാദനത്തിനും വേണ്ട ഡിമാൻഡ് എത്രയാണോ, ഡിമാൻഡിനനുസരിച്ച് നമ്മൾ അതിനുള്ള ലാൻഡ് എടുക്കുന്നു. ലാൻഡ് ഏതൊക്കെയാണ് എടുക്കണം, ആ ലാൻഡിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വളരെ കൃത്യമായി ശാസ്ത്രീയമായി പഠിക്കുന്നു. അതിനനുസരിച്ച് അതിലേക്ക് വേണ്ട തൊഴിൽ സേനയെ നമ്മൾ രൂപീകരിക്കുന്നു. തൊഴിൽ സേനയ്ക്ക് ശമ്പളം എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ സംവിധാനത്തെ ചിട്ടപ്പെടുത്തുന്നത്. അത് കോപ്പറേറ്റീവ് സെക്ടർ ആയാലും വേണ്ടില്ല, കമ്പനി മോഡൽ ആയാലും വേണ്ടില്ല, വേറെ ഏതെങ്കിലും സെക്ടർ ആയാലും ആ തരത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുന്നു. അതിനോടൊപ്പം ഇതിലേക്ക് ആവശ്യമുള്ള വിവിധ സാധനങ്ങളാണ് വരുന്നത്. ഈ ഉൽപാദനത്തിൽ തന്നെ വ്യത്യസ്തമായ ഉൽപാദനങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. ഒരു സ്ഥലത്തെ വരുന്ന അവശിഷ്ടം വേറൊരു സ്ഥലത്തെ എന്തായി മാറുന്നുണ്ട്, അതിലേക്ക് ആവശ്യമുള്ള ഇൻപുട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു തരത്തിലുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുള്ളൂ, ഭൂമിയിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ MP എപ്പോഴും പറയാറുള്ള കാര്യം, ഒരു ഉൽപാദനം എടുത്തു കഴിയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ബാഷ്പീകരിക്കപ്പെട്ട പോയ സാധനവും
നമ്മൾ എടുത്തതിന് ശേഷമുള്ള ബാക്കി ഏതാണോ യഥാർത്ഥ ന്യൂട്രീഷ്യൻസ് നഷ്ടപ്പെട്ടത് ആ ന്യൂട്രീഷ്യൻസ് അഡീഷണൽ ആയിട്ട് മാത്രം ഫീഡ്ബാക്ക് ചെയ്താൽ മതി എന്നാണല്ലോ സയന്റിഫിക് ആയിട്ട് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ അഡീഷണൽ കൊടുക്കുന്നു. ടോട്ടൽ ഈ സൈക്കിള് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നു. പക്ഷെ ഇതൊക്കെ ഇന്ന് ബോധ്യപ്പെടേണ്ട ഒരു ഇതുണ്ടല്ലോ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ജനപ്രതിനിധികൾ. കാരണം ഒരു പഞ്ചായത്ത്, കോർപ്പറേഷൻ, നഗരസഭകളായാലും അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഇതിനെ കൃത്യമായ ഈ ശാസ്ത്രീയമായ സാധ്യമായ ഒരു കാര്യത്തെ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പണി വേണ്ടേ? അവരുടെ ഉള്ളിൽ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉള്ളിലേക്കും ഇത് എത്തണ്ടേ? ഇന്ന് ഉള്ള ഉദ്യോഗസ്ഥർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുള്ള കൈമാറി കിട്ടിയ ഉദ്യോഗസ്ഥർ മാത്രമല്ല, പഞ്ചായത്തിൻ്റെ അകത്തുള്ള ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിലുള്ള ഒരു അറിവിൻ്റെ തലം ഒരു പുതിയ തലത്തിലേക്ക് ഇങ്ങനെ ഇടപെട്ടാൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്ന തരത്തിലേക്കുള്ള ഒരു ഇത് കൊടുക്കേണ്ടി വരില്ലേ എന്നാണ്. അവർ ബോധ്യപ്പെടാതെ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണത് ചെയ്യാൻ പറ്റുക? ജനങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇവരുടെ ഉള്ളിൽ ഇത് എത്തിക്കാൻ എന്താണ് അതിനെന്തെങ്കിലും തടസ്സങ്ങൾ നമുക്ക് നേരിടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതിനെ മറികടക്കാൻ എന്താണ് വഴി? ഇന്ന് വികസനം എന്ന് വെച്ചാൽ കൂടുതൽ ഉൽപ്പാദനം എന്നുള്ള കാഴ്ചപ്പാടുള്ളൂ. അത് തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്ത എങ്ങനെയാണ്? അത് നിശ്ചിതമായുള്ള വിഭവങ്ങളെ ഭൂമിയിലുള്ളൂ. അത് എത്ര പ്രഭാതിയായി കഴിഞ്ഞാലും ഇത്രയും എത്തുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒറ്റ തിരിച്ചറിയണം ജനങ്ങൾ. അതെ, ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റില്ല, ആവശ്യം പൂർത്തീകരിക്കാം. ആവശ്യമായ എന്തൊക്കെയാണ്? അപ്പോൾ വളരെ വ്യാപകമായിട്ട് പൊതുജന വിദ്യാഭ്യാസം നടത്തണം. ഒരു പൊതുജന വിദ്യാഭ്യാസം നടക്കണം. അപ്പോൾ ഒരു പൗരബോധന പ്രവർത്തന പരിപാടി ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ കേട്ടിരിക്കുന്നത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, എളുപ്പമാണ്. സംഗതി ഒന്നായി കിട്ടുള്ളൂ, 4 കിട്ടില്ല എന്നുള്ള ഭൂമിയുടെ ഒരു പരിമിതിയുള്ളൂ. അതിന് അത് ബോധ്യപ്പെടാം. അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലും അവർക്ക് നിങ്ങൾ പറയുന്നത് ചെയ്യും, പക്ഷെ നടക്കുക സാധ്യമാണെന്നുള്ള അവരുള്ളിൽ തോന്നും. അതിന് അവരെ വിശ്വസിപ്പിക്കാൻ ചില പ്രദേശങ്ങളൊക്കെ എക്സ്പെരിമെന്റുകൾ വേണം ചില സ്ഥലത്ത്. അങ്ങനെയാകുമ്പോൾ എപ്പോഴും അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തായാലും നഗരസഭയൊക്കെ ആയാലും ഒരു ഭരണ സംവിധാനം ഉണ്ടല്ലോ, ജനപ്രതിനിധികളെ ഉള്ള ആ ഭരണ സംവിധാനത്തിന് കൃത്യമായി ബോധ്യപ്പെടാതെ അത് താഴേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇവിടെ വന്ന് കുന്നംകുളത്തും ഗുരുവായൂരും അങ്ങനെയാണ്. ജനസാമാന്യല്ല, കുറച്ച് ആൾക്കാർ. കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാല് ഭരണകർത്താക്കൾ ഒരു പ്രധാനപ്പെട്ട റോളല്ലേ? അത് ഭരണകർത്താക്കളിൽ അല്ല വന്നുള്ള സാധാരണക്കാരുള്ളതാണ്, പരിഷത്തിന്റെ ആൾക്കാരുള്ളതാണ്. ആ പ്രദേശത്ത് അവരുടെ ഒരു ഇടപെടലുണ്ട്. ആ പ്രദേശത്തെ ആളുകൾ അങ്ങനെ അവർ ഇടപെട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഭരണകർത്താക്കൾക്ക് അപകടമാകുന്ന പേടി, അബദ്ധാവുന്ന പേടി, അബദ്ധാവില്ല എന്ന് തെളിയിച്ചു വിടണം. ഭരണകർത്താക്കൾക്ക് ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ അത് അബദ്ധാവുമാവും എന്നുള്ളൊരു പേടിയുണ്ട്. ആ പേടിയുള്ളത് കൊണ്ടാണ് പലതിലും തൊടാതിരിക്കുന്നത്. അപ്പൊ അതിനെ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്ന തരത്തിലേക്ക് ഒന്നുകൂടി അവരെ തെളിയിക്കാനായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കുന്നംകുളത്തെ ഗുരുവായൂർ തന്നെ എടുക്കാം. അവിടുത്തെ അനുഭവം ഉണ്ട്. അനുഭവം വെച്ചിട്ട് അത് വേണ്ട വയ്ക്കാൻ തെറ്റാണെന്ന് പറയില്ല ഭരണകർത്താക്കൾ. അത് പറയുന്നില്ല. ആ മാതിരി അനുഭവമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഒരുപാട് പരിപാടികളുണ്ടല്ലോ, സംരംഭങ്ങൾ വരിക. സംരംഭങ്ങൾ ജനങ്ങൾ സംരംഭം നടന്നു. ഒരു 100 ലിറ്റർ പാൽ ഡയറി വരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്.
പാലുണ്ട്, പുല്ലുണ്ട്. അതിന് തൽക്കാലം ജനങ്ങളുടെ ലാൻഡ് ബാങ്ക് നൽകിയില്ലെങ്കിലും നാട്ടുകാരിൽ നിന്നൊക്കെ മേടിച്ചിട്ട് 3-4 ഹെക്ടർ സ്ഥലം കിട്ടും. ആ സ്ഥലം വാങ്ങുന്നത് പണിതെടുത്ത് അതിൽ കൂടെ നിർമ്മിച്ചിരുന്നു. പുല്ല് വളർത്തുന്നു. അതിലത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ കമ്പോസ്റ്റ് ആക്കുന്നു. വീട്ടിലുള്ള മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കുന്നു. 200 വീടിന് 200 ലിറ്റർ പാല് അതൊരു പ്രദേശത്ത് ആദ്യം നടപ്പിലാക്കി നോക്കുക. നടപ്പിലാക്കി അനുഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് വരും. അതിൽ തൊഴിലാളികൾക്ക് സ്ഥിരം വരുവാൻ അതുപോലെ അതിനൊക്കെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. തൊഴിലാളികൾക്ക് ശമ്പളം കൂപ്പണായിട്ട് കൊടുക്കാം. ശമ്പളം കൂപ്പണായിട്ട് കൊടുക്കാം. പകുതി കൂപ്പണായിട്ടും പകുതി കാശായിട്ട് കൊടുക്കാം. അത് പലതരത്തിലാവും. കൂപ്പൺ ആ കൂപ്പൺ ഉപയോഗിച്ച് അവർക്ക് സാധനങ്ങൾ മേടിക്കാം. അങ്ങനെ പലതും ചെയ്യാം. ഉദാഹരണത്തിന് മിൽമയുടെ കൂപ്പൺ ഉണ്ടായിരുന്നില്ലേ പണ്ട്? ആ കൂപ്പൺ നമ്മൾ ടോക്കണാക്കുക, പ്ലാസ്റ്റിക് ആക്കുക. എന്നിട്ട് 30 രൂപയുടെ ഒരു ബോട്ടിന് 30 രൂപ, അതിന് 35 രൂപ മേടിച്ചിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പച്ചക്കറി കിട്ടും. അങ്ങനെ ഒരു പുതിയ സാമ്പത്തിക സമ്പ്രദായം ഉണ്ടാക്കാം. ആ കൂപ്പൺ ഉണ്ടാക്കാം. ശരിയാ. അതിനൊക്കെ പറയുന്ന ആൾക്കാർ വിശ്വാസം ഉണ്ടായാൽ മതി. വിശ്വാസം. അതെ, അത് പിന്നെ ഒരു പ്രദേശത്ത് ഉണ്ടാവുമ്പോ ആ തരത്തിലേക്ക് വിശ്വാസ്യതയായല്ലോ. ഇത്ര കൂപ്പൺ വന്നാൽ ഇത്ര സാധനം തരാം, ഇവിടുന്ന് കൊടുക്കാം എന്ന തരത്തിലേക്ക്. ഇതൊക്കെ അവരുടെ മനസ്സിൽ ഉദിക്കില്ല, ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ ഉദിക്കില്ല, രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ മനസ്സിൽ ഉദിക്കില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ മനസ്സിൽ ഉദിക്കില്ല. ജനങ്ങളുടെ മനസ്സിൽ ഉദിച്ച് 1-2 പേര് പരീക്ഷ നോക്കണം. ഒരു പ്രദേശത്ത് അത്തരം കാര്യങ്ങളിലെ പരീക്ഷണങ്ങൾ, അങ്ങനെ ഓരോ പരീക്ഷണങ്ങളായിട്ട് ചെയ്ത് കാണിക്കണം. ചെയ്ത് കാണിച്ചാലേ അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷകൾ പൂട്ടാൻ പാടില്ല. പൂട്ടാതിരിക്കാൻ നോക്കണം. അത് ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ പൂട്ടാണ്ട് നടത്താൻ പറ്റും. അതെ. ഇപ്പൊ ഈ എല്ലാ ഉൽപാദന വ്യവസ്ഥ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്ന് വരെയുള്ള ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ എല്ലാ പ്രയോഗങ്ങളും അതിൽ കൊണ്ടുവരണ്ടേ? ഇന്നത്തെ പ്രവർത്തികൾ കൂടുതലുണ്ടാവും. ഇന്നുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും എന്തൊക്കെയാ എല്ലാ സാങ്കേതിക അല്ല, ഞാൻ പറഞ്ഞ ഒരു ഉൽപാദന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പാൽ ഉൽപാദനം എന്തൊക്കെയാ പുതിയതുള്ളത്? അല്ല, അവിടെ വരുമ്പോൾ ഒന്ന് പശുക്കളുടെ ഇതിനനുസരിച്ച് ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമ്പോൾ ഉൽപാദന വ്യവസ്ഥ വ്യത്യാസം വരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണമല്ലോ അവിടെ. അതുകൊണ്ട് എക്കണോമിക്സ് എടുക്കണ്ടേ? അതൊക്കെ അതിന്റെ കണക്കെടുത്തിട്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തൊഴുത്ത് വൃത്തിയാക്കല്, അതുപോലെ തന്നെ നമ്മുടെ കറവയായാലും അത്തരം കാര്യങ്ങളില്. അപ്പൊ അങ്ങനത്തെയുള്ള റോബോട്ടിക് സംവിധാനങ്ങളും ഒക്കെ നമുക്ക് സാധ്യമായത് നമ്മൾ ചെയ്യണം. അതൊക്കെ അതിന്റെ സയന്റിഫിക് ആയിരിക്കണം, എക്കണോമിക് ആയിരിക്കണം. നമ്മളെ അപേക്ഷിച്ച് പുതിയ MP-ക്ക് തോന്നുന്നത് ഇനി കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉൽപാദന ഡിമാൻഡ് എത്രയുണ്ടോ ആ ഡിമാൻഡിനനുസരിച്ച് പറ്റാവുന്നത്ര ഉൽപാദനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഉൽപാദനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായത് എപ്പോഴും വികേന്ദ്രിത ആസൂത്രണം വഴി ഉള്ള ഇന്നത്തെ പഞ്ചായത്ത് നഗരസഭകളുടെ അകത്ത് തന്നെ പ്ലാൻ ചെയ്തു വരേണ്ട പദ്ധതികളാണ്. അത് തുടങ്ങുന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങണം. അത് വ്യക്തികളുടെ ഭാഗത്ത് തുടങ്ങണം. പക്ഷെ ഉണ്ടാവേണ്ട ഇങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലേക്ക് പഞ്ചായത്ത് നഗരസഭകളും പോണ്ടേ, ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണ്ടേ? കാഴ്ചപ്പാടുണ്ടാക്കുമ്പോൾ എല്ലാ നഗരത്തിലും എല്ലാ പഞ്ചായത്തിലും ഒരു HMT ഉണ്ടാക്കാൻ പറ്റില്ല.
HMT ആവശ്യമുണ്ട്, അടുത്ത മെഷീൻസ് ആവശ്യമുണ്ട്. മെഷീൻസ് ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാവും. ചില അതിനനുസരിച്ചാണ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വരേണ്ടത്. പഞ്ചായത്തിന് ആവശ്യമുള്ള ഭക്ഷണം മുഴുവൻ അവിടെ ഉണ്ടാകണം, പാർപ്പിടം മുഴുവൻ അവിടെ ഉണ്ടാകണം, പാർപ്പിടത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം അവിടെ. സിമെന്റ് ഉണ്ടാക്കാൻ പറ്റും, സിമെന്റ് ഉണ്ടാകില്ല. സിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സിമെന്റ് അത് പുറമെന്ന് വരും. അത്തരം സാധനങ്ങൾ പുറമെന്ന് വരും. പക്ഷെ നിത്യോപയോഗമായിട്ട് വരുന്ന മിക്ക വസ്തുക്കളും എവിടെ ഉണ്ടാക്കാൻ പറ്റും? പ്രാദേശികമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ സ്റ്റേറ്റിന് കുറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായി ഉണ്ടായി വരുമ്പോൾ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു വലിയ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ എത്ര കണ്ട് അതിന്റെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിലേക്ക് എത്തുമല്ലോ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോ വരണം. അപ്പോ അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലോക്കലായിട്ട് ആകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറയും. വിവരങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സൈബർ സ്പേസ് ഉണ്ട്. പക്ഷെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കൊണ്ടുവന്നെ വേണം. അപ്പൊ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കുക. അപ്പോഴേയും ഇന്ധനം അത്ര ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല അതിനെ പരീക്ഷിക്കാൻ ഉൽപ്പാദനം കഴിഞ്ഞിട്ട് ഉപഭോഗത്തിനുള്ള സമയം കുറയും. ഇപ്പൊ ഉണ്ടാക്കിയ പച്ചക്കറി മുള്ളാണെങ്കില് മണിക്കൂറേ കണ്ടു. അതെ, പിന്നെ മണിക്കൂർ 2 ദിവസം 3 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് വെച്ചാൽ അതിനെ ഒന്ന് കേടുക നോക്കണം വെച്ചാൽ അതിനെ തണുപ്പിക്കണം വെച്ചാൽ ഊർജ്ജം വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഉൽപാദനവുമായിട്ട് ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പോകുമ്പോൾ അതിൽ ആകെ ഉണ്ടാവുന്ന ഉൽപാദന വ്യവസ്ഥയിലും സാമൂഹ്യ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയല്ലേ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആ കാഴ്ചപ്പാടിൽ. അങ്ങനെ ജില്ല ഉണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ ഇടപെടലുകളും വേണ്ടത്. ഇതിൽ ഒരു പ്രദേശത്തെ എടുക്കുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഇന്ന പഞ്ചായത്തുകൾ ആ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്നതിൽ ഇന്ന ഉൽപ്പാദനങ്ങളൊക്കെ നടത്താൻ പറ്റുന്നുണ്ട്. ആ ഉൽപ്പാദനത്തിൽ കൂടുതൽ വരുന്നതോ ചിലതിന്റെ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അവിടെയല്ലേ ബ്ലോക്കിന്റെ റോള് വരുന്നത്. ബ്ലോക്കിന് ഞാൻ പ്രത്യേകിച്ച് റോളൊന്നും കാണുന്നില്ല. ബ്ലോക്കിന് ഇപ്പൊ കേരളത്തിൽ റോള് കാണുന്നില്ല. പക്ഷെ ജില്ലക്കുണ്ട്. അപ്പൊ ശരിക്കും കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു റോളില്ല. ജില്ലയ്ക്ക് ആ റോള് വരുന്നു. പക്ഷെ ജില്ല എങ്ങനെ കാണണം അല്ലേ? ജില്ല കാണുമ്പോൾ ഇപ്പോ ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ സ്ഥാപനങ്ങളില്ല. ആ ജില്ലയിൽ മണ്ണിൻ്റെ ഉൽപ്പാദനം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ജില്ലാടിസ്ഥാനത്തിലായിരിക്കും. ജില്ലയിൽ നിന്നും കൂടുതൽ ഉൽപാദനം അതിൽ കൂടുതൽ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് ഉണ്ടാകുന്ന മാത്രമാണ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് കൊടുക്കുന്നുള്ളൂ, മറ്റു ജില്ലകളിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളിലേക്ക് തന്നെ ഓരോ തദ്ദേശഭരണ സ്ഥാപനം വരണം, ജില്ലാ പഞ്ചായത്തും ആ തരത്തിൽ ആലോചിച്ച് വരണം. അതാണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് ജനപ്രതിനിധികളോടും മറ്റും ആലോചനയ്ക്ക് ഭാഗമായിട്ട് പറയാനുള്ളത് അല്ലേ. ജനപ്രതിനിധികൾ കുറച്ച് പേരെങ്കിലും ഇത് ബോധ്യപ്പെടണം. ബോധ്യം വന്നിട്ട് അവർ ജനങ്ങളുടെ ഇടയിൽ പോകണം. പിന്നെ ജനപ്രതിനിധികളിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടേ ബാക്കി അവിടുത്തെ എത്തുള്ളൂ, മുകളിലേക്ക് എത്തുള്ളൂ. പിന്നെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ജനങ്ങളിലെത്തണം. രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തണമെങ്കിൽ ജനങ്ങളിലെത്തണം. അപ്പൊ അത് ബോധ്യമുള്ള കുറച്ച് ജനപ്രതിനിധികൾ ഉണ്ടായി വരണം. ജനപ്രതിനിധികളാകേണ്ട ആൾക്കാർ ഉണ്ടായിരിക്കണം. ഉദ്യോഗസ്ഥരുടെ ഇടയിൽ എങ്ങനെയാവണം? ഉദ്യോഗസ്ഥർ ആ തരത്തിൽ പരാർത്ഥമില്ല. ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ശമ്പളം പാടിയുള്ളൂ. ഉദ്യോഗസ്ഥരെ കാണുന്നില്ല. അവരെ ജനങ്ങളുടെ ഭാഗം കാണുന്നുള്ളൂ. ജനങ്ങളുടെ ഭാഗത്താണ് അവരുള്ളത്, ജനങ്ങളുടെ ഭാഗമാണ് അവര്. അപ്പൊ അവരും ഒരു പ്രദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഒരു മാറ്റം വരുത്താൻ അവരുടെ തോന്നുന്നതും ജനങ്ങളുമായിട്ടും അവർ സംബന്ധിച്ച് എടുക്കേണ്ട, അവര് ജനങ്ങളുടെ ഭാഗമായി. ജനങ്ങൾ തോന്നി കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ തോന്നിയാൽ ഇവർ അങ്ങോട്ട് കൊണ്ടുവരും.
പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പുതിയ ജനപ്രതിനിധികൾ വരികയാണല്ലോ, ഭരണത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഗ്രാമനഗരങ്ങൾ? നമ്മൾ പഴയ രീതിയിൽ പോയി കഴിഞ്ഞാൽ പൊളിയും എന്നുള്ള ബോധ്യപ്പെടുന്നവരെ. പഴയ രീതിയിൽ ഇനി പോയി കഴിഞ്ഞാൽ പൊളിയും. പുതിയ രീതി പറഞ്ഞാൽ ഇതാണ്. വികസനം എന്ന് പറയുന്നത് ഉൽപാദനം മാത്രമല്ല, വിതരണം കൂടിയാണ്. വിതരണം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഉൽപാദനമല്ല, ലോകത്തിലുള്ള സകല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന അല്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അതും നമ്മുടെ ഇടങ്ങളിൽ സാധ്യമായതും. നമ്മുടെ സാധ്യമല്ലാത്തത് നമുക്ക് ആവശ്യം വരാൻ പാടില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അരി സാധ്യമല്ല. അരിയുടെ ആവശ്യം നമ്മൾ നിറവേറ്റുന്ന വേറെ ഉപയോഗിച്ചിട്ടാണ്. ആ കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേറെ ഒന്ന് കാണണം. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ നോക്കണം ആ പ്രദേശത്ത്. അങ്ങനെയാണെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ അതിന് സംസ്കരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ വേറെയും വേണം. അപ്പൊ അത്തരത്തിലുള്ള സമഗ്രമായി കാണാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇതുവരെ പോയ രീതിയല്ല പോകേണ്ടത്. എല്ലാ മാലിന്യങ്ങളും സമർത്ഥമാക്കുക. ജൈവ മാലിന്യങ്ങൾ സമർത്ഥമാക്കി വളാക്കി അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാനുള്ള പരിപാടി കൂടി ഉണ്ടാവണം. അതിലാണ് ഇത് വളാക്കി വാങ്ങിട്ട് അപ്പുറത്ത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. വീണ്ടും മാലിന്യവും. അപ്പോൾ അതവർ മനസ്സിലാക്കണം. ശരിക്കും ഇതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിലും ഒക്കെ ഒരു മാറ്റത്തിന് വിധേയാക്കേണ്ടി വരില്ലേ? വിദ്യാഭ്യാസത്തിന് മാറ്റം വളരെ കാലമായിട്ട് മാറ്റം ആവശ്യമാണ്. അത് ഇപ്പം ഒന്നും മനസ്സിലാവില്ല. ഇപ്പം വിദ്യാഭ്യാസത്തിൽ മാറ്റം വെച്ചാൽ ഏറ്റവും വിഷമമുള്ളതാണ്. ഏറ്റവും ഇൻഡസ്ട്രിയുള്ള മേഖലയാണ്. അത് തുടരാൻ പറ്റില്ല. അതിന് തുടർന്ന് വെച്ചാൽ അതിനകത്ത് കൊല്ലം വേണം, അതിനകത്ത് ആൾക്കാർ വേണം. അത് ആവശ്യമുള്ളത്ര മാറ്റങ്ങൾ വരുത്തുക, ആവശ്യമുള്ളത്ര പുതിയ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ പച്ചക്കറി കൃഷി വിളിക്കുക. പച്ചക്കറി കൃഷി വെച്ചാൽ ആൾക്കാർ ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ 12 അവർക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റില്ല. അവരെ അതിന് തയ്യാറാക്കണം. അവർ മുഴുവനല്ല, അവർ കുറച്ച് പേരെ തയ്യാറാക്കണം. അപ്പോൾ പുതുതായിട്ട് വേണ്ട അറിവുകളൊക്കെ കൊടുക്കാനായിട്ട് പുതിയ സമ്പ്രദായം വേണം. ഉദാഹരണത്തിന് പച്ചക്കറി കൃഷി ചെയ്യാൻ, പാലുണ്ടാക്കാൻ, മക്കറ ഉണ്ടാക്കാൻ ഒക്കെ പുതുതായിട്ട് അറിവ്. അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം. ഓരോന്നിലും വന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അറിവ് അതാത് സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഇതിലും കൊണ്ടുവരാൻ പറ്റണം. അത് മതിയാവും. അതാത് സമയത്ത് പറയുമ്പോൾ ഫീൽഡിൽ വന്ന അറിവ് മാത്രം മതി. ഫീൽഡിൽ വന്നിട്ട് അറിവുണ്ടാകും, അല്ലാണ്ട് ക്ലാസ് റൂമിന്റെ അകത്തല്ല. സൈദ്ധാന്തിക കൊണ്ടുവരാൻ. അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പം സൈദ്ധാന്തിക അറിവ് എല്ലാവർക്കും അതാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഫീൽഡിലായിരിക്കണം. ശരിക്കും ഫീൽഡിൽ വരുമ്പോഴല്ലേ ശരിക്കും ആ നൈപുണ്യം വികസിക്കുന്നത് അല്ലേ? അപ്പൊ നൈപുണ്യ വികസനം കിട്ടുന്നതും ഫീൽഡിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഇടയിൽ കൊണ്ടുവരേണ്ടി വരും. സമ്പ്രദായം പുതിയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമാവും. അത് ജനങ്ങൾ അംഗീകരിക്കില്ല. വിദ്യാഭ്യാസം തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. തൊട്ടാൽ പൊള്ളുന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ആരും തയ്യാറാവില്ല. പക്ഷെ ആവശ്യമുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ട്രെയിനിങ്ങിന് അമ്മായി ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ആവശ്യമുള്ള വിഷയങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ ഒരാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ നോക്കിയാൽ 10 ഡയറി തുടങ്ങി നോക്കിയാൽ 10 ഡയറി വെച്ചാൽ 30 പേര് വേണം പരിശീലനം. ഈ 30 പേർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്നില്ല. 3 മാസം ട്രെയിനിങ്. അതുമാതിരി പുല്ല് വളർത്തുന്നതല്ല, അവിടുന്ന് ധോണിയിൽ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഉള്ള ആൾക്കാരെ വെച്ച് ട്രെയിനിങ് കൊടുക്കുക.
ഇതൊക്കെ സിസ്റ്റത്തിൽ പറയുമ്പോൾ 1-ാം ക്ലാസ് പേർക്ക് തുടങ്ങേണ്ടതാണ് ഇതൊക്കെ. അതൊക്കെ ഇപ്പം തുടങ്ങാൻ പറ്റില്ല. ആ പക്ഷെ ആ കുട്ടികളുടെ പഠനങ്ങളൊക്കെ ഫീൽഡിലേക്ക് വരാനുള്ള അവസ്ഥയാക്കി മാറ്റണം. ഇങ്ങനെ നടക്കുന്ന ഫീൽഡ് പോയി കാണുക എന്നുള്ളത് കുട്ടികളെ കൊണ്ടുപോകലൊക്കെ വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ MP ഇത്രയും നേരം നമ്മൾ വികേന്ദ്രിത ആസൂത്രണവും ഇനി കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഗ്രാമനഗര വികസന കാര്യങ്ങളിൽ പോകേണ്ടത് എന്നുള്ളതും ഇത്രയും നേരം തദ്ദേശത്തിന് വേണ്ടിയിട്ട് MP സംസാരിച്ചു. MP-യുടെ ചില സ്വപ്നങ്ങളെല്ലാം നിറവേറ്റാവുന്ന തരത്തിലേക്ക് നമുക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോട്